ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 11 ബൈബിൾ ക്വിസ്. ബെഥാനിയിലെ ആര് ദീനമായി കിടന്നു? ലാസർ എന്ന ഒരുത്തൻ. ബെഥാനിയ ആരുടെയെല്ലാം ഗ്രാമമായിരുന്നു? മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും. ബെഥാനിയിൽ നിന്നുള്ള ഈ മറിയ എന്തു ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. ആരുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്? കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ച മറിയയുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ആളയച്ച് എന്ത് പറയിച്ചു? കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ലാസറിന് ദീനമായി കിടക്കുന്നു എന്ന് യേശു കേട്ടിട്ട് എന്ത് പറഞ്ഞു? ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. യേശു ആരെയെല്ലാം സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും ലാസർ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ യേശു എന്തു ചെയ്തു? താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി പാർത്ത ശേഷം യേശു ശിഷ്യന്മാരോട് എന്തു പറഞ്ഞു? നാം വീണ്ടും യഹൂദയിലേക്ക് പോക എന്ന് പറഞ്ഞു. നാം വീണ്ടും യഹൂദയിലേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞതെന്ത്? റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ആര് ഇടറുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? പകൽ സമയത്ത് നടക്കുന്നവൻ. സമയത്ത് നടക്കുന്നവൻ എന്തുകൊണ്ടാണ് ഇടറാത്തത്? ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട്. രാത്രിയിൽ നടക്കുന്നവൻ ഇടറുന്നത് എന്തുകൊണ്ട്? അവന് വെളിച്ചം ഇല്ലായ്ക കൊണ്ട് ഇടറുന്നു. ലാസറിന്റെ മരണത്തെക്കുറിച്ച് യേശു ആലങ്കാരികമായി ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് ആരാണ് പറഞ്ഞത്? ശിഷ്യന്മാർ. ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് യേശു പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു? അവന്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ എന്തിനെക്കുറിച്ച് പറഞ്ഞു എന്നാണ് തെറ്റിദ്ധരിച്ചത്? ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് എന്തു പറഞ്ഞു?
ലാസർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ലാസർ മരിച്ചപ്പോൾ താൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് ശിഷ്യന്മാരെ വിചാരിച്ച് സന്തോഷിക്കുന്നുവെന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ട്? അവർ വിശ്വസിപ്പാൻ ഇടയാകുന്നതുകൊണ്ട്. നാം ലാസറിന്റെ അടുക്കൽ പോക എന്ന് യേശു പറഞ്ഞപ്പോൾ ദിദിമോസ് സഹശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. യേശു ബെഥാനിയയിൽ എത്തിയപ്പോൾ ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് എത്ര ദിവസമായി എന്ന് അറിഞ്ഞു. ബെഥാനിയ ഏത് നഗരത്തിനരികെ എത്ര ദൂരത്തായിരുന്നു? യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. ലാസറിന്റെ സഹോദരിമാരിൽ ആരാണ് യേശുവിനെ എതിരേൽപ്പാൻ വന്നത്? ആരാണ് വീട്ടിൽ ഇരുന്നത്? മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനെ എതിരേൽപ്പാൻ ചെന്ന് യേശുവിനോട് പറഞ്ഞതെന്ത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? മാർത്ത. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു മാർത്തയോട് പറഞ്ഞപ്പോൾ മാർത്ത യേശുവിനോട് നടത്തിയ വിശ്വാസ പ്രഖ്യാപനം എന്തായിരുന്നു? ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? മാർത്തയോട്. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എന്ത് സംഭവിക്കും എന്നാണ് അവൻ പറഞ്ഞത്? മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു തന്നിൽ വിശ്വസിക്കുന്നവനെ കുറിച്ച് യേശു നൽകുന്ന ഉറപ്പ് എന്താണ്? ആരും ഒരു നാളും മരിക്കയില്ല. മാർത്ത യേശുവിനെ കർത്താവേ എന്നും ദൈവപുത്രൻ എന്നും വിളിക്കുന്നതിനോടൊപ്പം അവന്റെ വരവിനെ കുറിച്ച് ഉപയോഗിച്ച പ്രത്യേക പ്രയോഗം എന്താണ്? ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു. മാർത്ത തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ച് എന്താണ് പറഞ്ഞത്? ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നുവെന്ന് കേട്ട ഉടനെ മറിയ എന്തു ചെയ്തു? അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് എന്ത് വിചാരിച്ച് പിൻചെന്നു? അവൾ കല്ലറയ്ക്ക് വരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. മറിയ യേശു ഇരിക്കുന്നിടത്ത് എത്തി അവനെ കണ്ടിട്ട് എന്തു ചെയ്തു? അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണ് യേശുവിനോട് പറഞ്ഞതെന്ത്? കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എപ്പോഴാണ് യേശുവിന്റെ ഉള്ളം നൊന്ത് കലങ്ങിയത്? മറിയയും കൂടെ വന്ന യഹൂദന്മാരും കരയുന്നത് കണ്ടപ്പോൾ.
ലാസറിനെ വെച്ചത് എവിടെയെന്ന് യേശു ചോദിച്ചപ്പോൾ അവർ അവനോട് പറഞ്ഞതെന്ത്? കർത്താവെ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. ലാസറിനെ വെച്ചത് എവിടെ എന്ന് വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞപ്പോൾ യേശുവിന്റെ പ്രതികരണം എന്തായിരുന്നു? യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തത് കണ്ടപ്പോൾ യഹൂദന്മാർ എന്തു പറഞ്ഞു? കണ്ടോ, അവനോട് എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യേശു കരയുന്നത് കണ്ടപ്പോൾ യഹൂദന്മാർ എന്ത് വിമർശനമാണ് നടത്തിയത്? കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ലാസറിന്റെ കല്ലറ എങ്ങനെയുള്ളതായിരുന്നു? അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ലറയുടെ കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ മരിച്ചവന്റെ സഹോദരിയായ മാർത്ത എന്ത് എതിർപ്പ് പ്രകടിപ്പിച്ചു? കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ എന്ത് കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നാണ് യേശു മാർത്തയോട് പറഞ്ഞത്. ദൈവത്തിന്റെ മഹത്വം. അവർ കല്ലറയുടെ കല്ല് നീക്കിയപ്പോൾ യേശു മേലോട്ട് നോക്കി എന്താണ് പറഞ്ഞത്? പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിതാവ് എപ്പോഴും തൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നു എങ്കിലും ചുറ്റും നിൽക്കുന്ന പുരുഷാരം എന്ത് വിശ്വസിക്കേണ്ടതിന് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു. പിതാവ് തന്നെ അയച്ചു എന്ന് വിശ്വസിക്കേണ്ടതിന്. ലാസറിനോട് പുറത്തു വരുവാൻ എങ്ങനെയാണ് യേശു ആവശ്യപ്പെട്ടത്? ലാസറെ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിന്റെ കൈകാലുകൾ എന്തിനാൽ ബന്ധിക്കപ്പെട്ടിരുന്നു? അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യേശു യഹൂദന്മാരോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത്? അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന്. യേശു ലാസറിനെ ഉയർപ്പിച്ച സംഭവം കണ്ടതിന് ശേഷം മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും എന്തു ചെയ്തു? അവരിൽ പലരും യേശുവിൽ വിശ്വസിച്ചു. ലാസറിന്റെ പുനരുത്ഥാനം കണ്ട ചില യഹൂദന്മാർ എന്താണ് ചെയ്തത്? ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. ലാസറിന്റെ പുനരുത്ഥാനത്തിന് ശേഷം മഹാപുരോഹിതന്മാരും പരീശന്മാരും എന്തു ചെയ്തു? അവർ സംഘം കൂടി. ലാസറിന്റെ പുനരുത്ഥാനത്തിന് ശേഷം മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി പറഞ്ഞതെന്ത്? നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. യേശുവിനെ ഇങ്ങനെ വിട്ടയച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പരീശന്മാരും മഹാപുരോഹിതന്മാരും ഭയപ്പെട്ടു. എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും. ആ സംവത്സരത്തെ മഹാപുരോഹിതൻ ആരായിരുന്നു? കയ്യഫാവ്. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം എന്ത് ഓർക്കുന്നതുമില്ല എന്നാണ് കയ്യഫാവ് പറഞ്ഞത്.
ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന്. ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് ഈ പ്രവചനം നടത്തിയതിന്റെ കാരണം എന്തായിരുന്നു? താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതൻ ആകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നു എന്ന് പ്രവചിച്ചതായിരുന്നു. ആ സംവത്സരത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യഫാവ് ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നു എന്ന് പ്രവചിച്ചതിന്റെ പിന്നിലെ ദൈവിക ഉദ്ദേശം എന്തായിരുന്നു? ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനു വേണ്ടി മരിക്കുമെന്നാണ് അവൻ പ്രവചിച്ചത്. യേശു തന്നെ കൊല്ലുവാൻ ഗൂഢമായി ആലോചിക്കുന്നതറിഞ്ഞ് യഹൂദന്മാരുടെ ഇടയിൽ പരസ്യമായി നടക്കാതെ തന്റെ ശിഷ്യന്മാരുമായി എവിടെ പോയാണ് പാർത്തത്? മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് പോയി. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയത് എന്തിനാണ്? തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ. യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും യേശുവിനെ പിടിക്കണം എന്ന് വെച്ച് എന്ത് കൽപ്പനയാണ് കൊടുത്തിരുന്നത്? അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.